ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മുരിങ്ങയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ. ഇതിൽ മുരിങ്ങയ്ക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാം, വഴുതനങ്ങ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വഴുതനങ്ങ ഉപയോഗിക്കാം. അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. മുരിങ്ങയ്ക്ക തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. വഴുതനങ്ങ ആണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉരുളക്കിഴങ്ങിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് വഴുതനങ്ങയ്ക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വഴുതനങ്ങ ഇഷ്ടമാണെങ്കിൽ വഴുതനങ്ങ ഉപയോഗിച്ചും ഈ ഒരു കറി സെയിം രീതിയിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുരിങ്ങയ്ക്ക മസാലക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1.5 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം വേണം നമ്മുടെ കറി റെഡിയാക്കാനായിട്ട്. തേങ്ങ വറുക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 2 പീസ് പട്ട, അതുപോലെ തന്നെ 4 ഗ്രാമ്പു, 2 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 ഉള്ളിയും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യണ്ട, ഒന്ന് കുക്കായി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഉള്ളി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് കളർ മാറി വരട്ടെ. തേങ്ങയുടെ കളർ മാറി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ തേങ്ങയുടെ കളർ മാറി വരുന്നത് വരെ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്, പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ ഒരു എരിവേ ഉണ്ടാവുള്ളൂ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല മല്ലിപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരണം. നമ്മുടെ ഉള്ളിയൊക്കെ വല്ലാതെ അങ്ങോട്ട് വഴന്ന് കുക്കായി വന്നിട്ടൊന്നുമില്ല, ആവശ്യത്തിന് കുക്കായിട്ടേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഉള്ളി അരച്ച് കഴിയുമ്പോൾ ആ ഒരു ഗ്രേവിയുടെ കൊഴുപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ 1 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഈ പാനിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മസാല ഒന്ന് ചൂട് മാറിയതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ആദ്യം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി ചെയ്യാം കേട്ടോ, അപ്പോഴാണ് ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ 2.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ്. സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ വഴറ്റിയെടുക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് സവോളയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഈ സമയത്ത് നമ്മുടെ തേങ്ങയുടെ മിക്സ് ചൂട് മാറി വരുമ്പോൾ നമുക്കത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1/4 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മതി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ തക്കാളി കട്ട് ചെയ്തതാണ്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. തക്കാളിയുടെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് വിട്ട് ഒന്ന് ഉടഞ്ഞ് വരണം. ആ രീതിയിൽ ഒന്ന് കുക്കായി കിട്ടണം നമുക്ക്. അപ്പോൾ ഞാനിതെല്ലാം ചേർത്തൊന്ന് വെച്ചിട്ട് അടച്ചു വയ്ക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇനി അരപ്പ് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്തിട്ട് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവി ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോൺസും കൂടി ചേർത്തിട്ട് ഈ ഒരു കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പ്രോൺസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മാത്രം ചെയ്യാം. അപ്പോൾ നന്നായിട്ടിപ്പോൾ ഗ്രേവിയൊക്കെ അത്യാവശ്യം കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇത് കുറുകി വരും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഇനി മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക ചേർക്കുമ്പോൾ ഇതുപോലെ അധികം വണ്ണമില്ലാത്ത മുരിങ്ങയ്ക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. വണ്ണം കൂടിയ മുരിങ്ങയ്ക്കാണെങ്കിൽ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുക്കായി കിട്ടാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനി മുരിങ്ങയ്ക്കയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഒരു 7-8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും കൂടുതലായിട്ട് ചേർത്തിട്ടില്ല. ആദ്യം സോളയിൽ ചേർത്ത ഉപ്പേ ഉള്ളൂ. ഒന്ന് കറി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിഞ്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആ തക്കാളിയുടെ പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. വേഗം തന്നെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളിതുപോലെ കറി റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ പതിവ് പോലെ പറയുന്ന പോലെ തന്നെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം ഈ ഒരു കറി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.